പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് ഈശോ ഈ നിമിഷങ്ങളിൽ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. സ്നേഹമായ കരുണയായ നമ്മുടെ പൊന്നു തമ്പുരാനെ നമുക്ക് ഈ നിമിഷങ്ങളിൽ കരങ്ങളുയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന. ഹല്ലേലൂയ. കുരിശിലെ 7 തിരുമൊഴികളെ പറ്റിയാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അരുൾ ചെയ്ത 2ാമത്തെ തിരുമൊഴിയെ പറ്റിയാണ് ധ്യാനിച്ചത്. ഇന്ന് തീർച്ചയായിട്ടും 3ാമത്തെ തിരുമൊഴിയിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ഉം 27-ഉം വചനങ്ങളിലാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അരുൾ ചെയ്ത ആ 3ാമത്തെ തിരുമൊഴികൾ നമ്മൾ കാണുന്നത്. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈ തിരുമൊഴിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ തിരുമൊഴിയെ സ്നേഹത്തിൻ്റെ തിരുമൊഴി എന്നുകൂടി വിളിക്കുന്നുണ്ട്. ജീവിത സായാജ്ഞത്തിൽ സ്നേഹിക്കപ്പെടുവാനും സംരക്ഷിക്കപ്പെടുവാനുമായിട്ട് തൻ്റെ അമ്മയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഈശോയ്ക്ക് ഉറപ്പുള്ള യോഹന്നാൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നതായിട്ടാണ് ഈ തിരുമൊഴിയിൽ നമ്മൾ കാണുന്നത്. എല്ലാവരും ഉപേക്ഷിച്ചു പോയപ്പോഴും ആ കുരിശിൻ്റെ കീഴിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആകെ 5 പേർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് യേശുവിൻ്റെ അമ്മ, അമ്മയുടെ സഹോദരി സലോമി, ക്ലെപ്പാസിൻ്റെ ഭാര്യ മറിയം, മഗ്ദലന മറിയം, യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇങ്ങനെ 5 പേരാണ് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നത്. റോമാക്കാര് അവരുടെ ശിക്ഷാ നടപടികൾ നടത്തുമ്പോൾ സ്വന്തക്കാരെയോ ബന്ധുമിത്രാദികളെ ആരെയും ആ ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്ത് നിർത്താറില്ല. എന്നാൽ കുരിശിൻ്റെ കീഴിൽ യോഹന്നാനും മറ്റു സ്ത്രീകളും നിൽക്കുന്നത് അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ്. ജീവൻ പണയം വെച്ച് അവർ അവിടെ നിന്നിരുന്നു. അതിന് അവരെ പ്രേരിപ്പിച്ചിരുന്നത് അഗാധമായ യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. യഥാർത്ഥ സ്നേഹം ഭയത്തെ നിഗനിക്കുന്നുവെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തിരുമൊഴിയെ സ്നേഹത്തിൻ്റെ തിരുമൊഴി എന്നുകൂടി വിളിക്കപ്പെടുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു യോഹന്നാൻ. അഭിഭേദ്യമായ ഒരു സ്നേഹബന്ധം യേശുവുമായിട്ട് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ സെബദിയുടെ പുത്രനായ യോഹന്നാൻ ഈശോയുടെ അമ്മയുടെ സഹോദരിയുടെ മകൻ കൂടിയായിരുന്നു. പ്രത്യേക ശിഷ്യഗണത്തിലെ, അതായത് 3 സംഘത്തിലെ ഒരാളായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 23-ാം വചനത്തിൽ നാം കാണുന്നുണ്ട്, അന്ത്യ അത്താഴവേളയിൽ ഈശോയുടെ തിരുമാറിനോട് ചേർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. ഈ യോഹന്നാനെ മാത്രമാണ് ശിഷ്യഗണത്തിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഷയിലായിരുന്നു അവൻ തൻ്റെ സുവിശേഷ രചന നടത്തിയത്. ഈശോയുടെ തിരുമാറിൽ നിന്ന് അവൻ അനുഭവിച്ച ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഊഷ്മളതയെ അവൻ തൻ്റെ സുവിശേഷങ്ങളിൽ പല ഭാഗത്തും കുറിച്ചിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്,
അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കും തൻ്റെ ജീവിതത്തിൽ കാണുവാനോ അനുഭവിക്കുവാനോ സാധിക്കുകയില്ല എന്ന്. യേശു കുരിശിൽ കിടന്ന് തൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ ആ വാൾ, അതിൻ്റെ വേദന അവനും അനുഭവിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഗബ്രിയേൽ മാലാഖായുടെ സന്ദർശനം മുതൽ വേദന മാത്രം അനുഭവിച്ച മാതാവ്, കുഞ്ഞുനാളുകൾ മുതൽ അവൻ കേട്ടതെല്ലാം അവൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. അമ്മ അനുഭവിച്ച വേദന ഈശോയും കുരിശിൽ കിടന്നുകൊണ്ട് അനുഭവിക്കുവാനായിട്ട് തുടങ്ങി. ഈശോയുടെ തിരുഹൃദയം കുരിശിലെ ക്രൂരതകളെയെല്ലാം മറന്ന് അമ്മയുടെ ഹൃദയവേദനകൾ ഏറ്റെടുക്കുവാനായിട്ട് തുടങ്ങി. ആ അമ്മയുടെ നിസ്സഹായ അവസ്ഥ തൻ്റെ മരണശേഷം എപ്രകാരമായിരിക്കുമെന്ന് അവൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. തൻ്റെ മാതാവിനെ കരുതുവാൻ യോഹന്നാൻ്റെ കരങ്ങൾ ശക്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോഹന്നാനെ കുരിശിൻ്റെ ചുവട്ടിൽ വച്ച് തൻ്റെ അമ്മയെ ഈശോ ഫരമേൽപ്പിക്കുകയാണ്. ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന്. യോഹന്നാൻ തൻ്റെ ജീവിതത്തിൽ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് കടന്നു വരുവാനുണ്ടായ ഭീതി ഭയങ്ങളെയെല്ലാം മാറ്റി നിർത്തിയിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ അവൻ എത്തിയതിന് കാരണം അവൻ യേശുവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതാണ്. ആ സ്നേഹം അവൻ ജീവൻ പണയം വെച്ചും ത്യാഗങ്ങൾ ഏറ്റെടുത്തും സഹനങ്ങൾ ഏറ്റെടുത്തും കുരിശിൻ്റെ കീഴിലെത്തുന്നതുവരെ അവന് സഹായകമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ത്യാഗങ്ങൾ സഹിക്കുവാൻ സന്നദ്ധതയുള്ളവരെ മാത്രമാണ് യേശു പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നത്. യേശു യോഹന്നാനോട് അമ്മയുടെ കാര്യത്തിൽ ഒരു മകന്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ പറയുന്നത്, ആ ഉത്കൃഷ്ടമായൊരു സ്ഥാനം, ഉത്തരവാദിത്വം യോഹന്നാനെ ഏൽപ്പിക്കുന്നത് അവൻ്റെ ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കുവാനുള്ള ആ വലിയ മനസ്സിനെ ഈശോ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ നിമിഷം മുതൽ അവൻ മറിയത്തെ തൻ്റെ അമ്മയായി സ്വീകരിച്ചു. അവളോടൊപ്പം 12 വർഷത്തോളം ജെറൂസലേമിൽ ഒരു മകനെ പോലെ അവൾക്ക് ശുശ്രൂഷകൾ ചെയ്ത് ജീവിച്ചുവെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, കുരിശിലെ ആത്മീയ ചൈതന്യം നാം ഏറ്റെടുക്കണം. യോഹന്നാനെ പോലെ വേദന അനുഭവിക്കുന്ന അനേകം നിസ്സഹായരായ മാതാപിതാക്കൾ, അവഗണിക്കപ്പെട്ട സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവരെ പറ്റിയൊക്കെയാണ് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അപ്പൻ എന്ന്. അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? മക്കളെ നോക്കി പഠിപ്പിച്ച് വലുതാക്കിയതിനു ശേഷം ഇന്ന് കുടുംബങ്ങളിൽ ഒരു കൈത്താങ്ങിനായി കേഴുന്ന മാതാപിതാക്കൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ പറ്റി കൂടിയാണ് ഈശോ ഇന്ന് ഈ വാക്കുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുവാനായിട്ട് ശ്രമിക്കുന്നത്. ജീവിത സാഹചര്യങ്ങൾ മൂലം മാതാപിതാക്കളെ നോക്കുവാൻ കഴിയാത്തവർ, അവർക്ക് വേണ്ടി കരുതലും സ്നേഹവും ജീവിത ബുദ്ധിമുട്ടുകൾക്കിടയിലും മാറ്റിവെക്കണം എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം യോഹന്നാനെ പറ്റി ചിന്തിക്കുമ്പോൾ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ അമ്മയെ ഹൃദയത്തോട് ഏറ്റെടുത്തപ്പോൾ അവൻ ദീർഘായുസ്സോടെ ഭൂമിയിൽ ജീവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുമ്പം നാം ദീർഘായുസ്സോടെ ഈ ഭൂമിയിൽ ജീവിക്കും. അതുകൊണ്ടാണ് എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-3 വചനങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നത്, നിങ്ങൾക്ക് നന്മ കൈവരുത്തുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുക എന്ന്. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. ഈ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ തിരുമൊഴി നമ്മെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ ശക്തരാക്കട്ടെ. ഈ സമയം
ഓൺലൈനിൽ ആയിരുന്നു കൊണ്ട് പ്രത്യേകമായിട്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ സ്നേഹം അവരുടെ ജീവിതത്തിലേക്കും സകല ജീവിത അവസ്ഥകളിലേക്കും കടന്നു വരട്ടെ. കർത്താവ് അവരെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവം യോഹന്നാൻ അനുഭവിച്ചതുപോലെ നാം എല്ലാവരും അനുഭവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ധ്യാനിച്ച് കർത്താവിനോട് ചേർന്ന് ഈ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുവാനായിട്ട്, ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം. പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.